ബാക്ക്ഗ്രൗണ്ട് വേറെ ഏതെങ്കിലും മ്യൂസിക് ഇട്ടാൽ മതി, കോപ്പിറൈറ്റ് ഇല്ലാതെ. നോക്കട്ടെ, മൈക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ലൈവ് എല്ലാരും ഇട്ട് നോക്കിയാ വരുന്നുണ്ടോ? വരുന്നില്ല. ഫേസ്ബുക്കിൽ കേറിയിട്ടില്ല. അനീഷ് നോക്കിയാ. ഹലോ 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 ചെക്കിങ് ഓക്കെ ആണോ ചെക്ക് ചെയ്യല്ലേ. ലൈവ് നമ്മൾ ഏതിലാണ് വരുന്നത്? ഫേസ്ബുക്കിൽ ഓഡിയോ ഉണ്ടോ നോക്കിയേ. ഷെയർ ചെയ്ത് തുടങ്ങും. ഓഡിയോ ഓക്കെയാണോ? പുറത്ത് സംസാരിക്കുന്ന അല്ലാതെ കേൾക്കുന്നുണ്ടോ? പുറത്ത് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ? അല്ലാതെ ആ മൈക്ക് ഓൺ ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഒരു ഫോൺ തുടങ്ങാം. അപ്പൊ തുടങ്ങിയല്ലേ? ഓക്കെ. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട RJ പില്ല. ആദ്യം ഇങ്ങനെ കുറച്ച് പാടിപ്പോയില്ല, ഞാൻ കുടക്കി. കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന വേറെ സീനൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഒരു ലൈവുമായിട്ട് കുറേ നാളിന് ശേഷമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് മറ്റ് FM-കളിലൊക്കെ RJ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനിപ്പോ എന്റെ പേജിലൂടെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. അത് ഇന്നു മുതൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പോ മാത്രമല്ല, വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല്, ഞാൻ ഇന്ന് ഈ ലൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറെ നാള് ലൈവിന് വേണ്ടി ബ്രേക്ക് എടുത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ സ്റ്റുഡിയോ സെറ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സ്റ്റുഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ ലൈവ് പോകുന്നത് ഞങ്ങളുടെ വിജയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വരും കാലങ്ങളിൽ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സൗണ്ട്സ് റെക്കോർഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അപ്പൊ ഇന്ന് ഈ ഒരു ലൈവില് ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നതുപോലെ 2 വലിയ കലാകാരന്മാർ, ഇങ്ങനെ പറയാൻ വേണ്ടി ആദ്യമേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ലൈവ് തീരുമ്പോൾ ഞാൻ ഡയറി മിൽക്ക് വേദിപ്പിക്കും, അത് വേറൊരു കാര്യം. ഒരു കലാകാരിയും ഒരു കലാകാരനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട അനുജത്തി കുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നേ, അങ്ങനെയല്ലേ? എടുത്തു പറയാൻ പൊക്കി പറയണം അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, കുറച്ച് പൊക്കി പറയാം അല്ലേ? ഓക്കെ. അതായത് തത്തൂട്ടിയുടെ കൂടെ വൈറലായിട്ടുള്ള ഒരു ഗായികയുണ്ട്. എന്താണ് ആ പേര് പറയണം? അതിനെന്താണ്? അവന് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയല്ല, മോഡി എന്ന് പറയുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പാട്ടിലൂടെ വൈറലായ കുഞ്ഞിക്കിളി എന്ന് പറയുന്ന മറ്റൊരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആദിത്യ. അവക്കത് പറയുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അത് പൊക്കി പറഞ്ഞത് കുറഞ്ഞു പോയത് കൊണ്ടാണോ ഇനി എന്നെ വഴക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ലൈവിൽ അവൾ വരുമ്പോ തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ആദിത്യ. കൈയടിക്കാൻ അറിയില്ല, എല്ലാവരും കൈയടിക്കോ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മുടെ ലൈവിൽ വന്നതിന് എന്തൊക്കെയാണ് സന്തോഷമുള്ളതെന്നൊക്കെ പറയണം. ഒരുപാട് സന്തോഷം. ഇന്ന് ഇവിടെ വലിയൊരു കലാകാരുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല, അത് വേറൊരു കാര്യം. എന്നോട് നേരത്തെ കയറുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയണമെന്ന്. ഇനി ഒരാളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാനുള്ളത്, എപ്പോഴും നിങ്ങൾ എന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഗുരുനാഥൻ എന്നൊക്കെ പറയണം എന്നൊക്കെ ഉണ്ട്. എന്നാൽ ആ വില ഞാൻ കൊടുക്കാറില്ല, അതൊക്കെ ഭയങ്കര മോശമാണല്ലേ. കൊടുക്കാം, കുഴപ്പമില്ല, നമുക്ക് ശ്രമിക്കാം. എന്റെ സ്വന്തം ബ്രദർ മനോജ് കുമാർ, നിരവധി ചാനൽ ഷോകളിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള, കോമഡി ഉത്സവത്തിലൊക്കെ കണ്ടിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മനോജ് ചേട്ടനെ
ഞാൻ അങ്ങനെയൊന്നും വിളിക്കൂല. രുദ്രൻസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൈയടിക്കൂ. പ്രോത്സാഹനം ഇല്ല. ഞാൻ നേരത്തെ കൈയടിച്ചു, പക്ഷെ എനിക്കാരും കൈയടിച്ചില്ല. അല്ല, ഗുരുനാഥൻ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ പുറകിൽ നിർത്തിയിരിക്കുന്നല്ലേ. അതല്ല, പൊക്കം കൂടുതലായതുകൊണ്ടും എനിക്ക് ഭയങ്കര പൊക്കം ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, നമ്മളത് പ്ലാൻ ചെയ്തതാണ്. കാര്യം ഒരു സ്ഥിരം പാറ്റേൺ നമുക്ക് വേണ്ട. എല്ലാരും വന്ന് ഇങ്ങനെ ഇരുന്ന് അപ്പുറം അങ്ങനെ ഒരു ഇതില്ലാതെ, അല്ലാതെ കസേര ഇല്ലാത്തത് കൊണ്ടല്ല, വിചാരിക്കരുത്. ഓക്കെ, അല്ല, കാഷ്വൽ ആയിട്ട് നമുക്കൊരു ലൈവ് പോകാം. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. നമ്മളൊരു സ്റ്റാർട്ടിംഗ് അല്ലേ ഇത്? സ്റ്റാർട്ടിംഗ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഇപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞേ പറ്റൂ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട്. അതുകൊണ്ട് പൊക്കം കൂടിയ ആളിനെ ഞങ്ങൾ പുറകെ നിർത്താം എന്ന് തീരുമാനിച്ചു. കുറച്ചു നേരം കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓക്കെ, ആയിക്കോട്ടെ. എന്താ ഒരു മാന്യത. കുറെ പേര് നമുക്ക് കമന്റിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, ഒന്ന് പറയട്ടെ. ഓക്കെ, MC മുഹമ്മദ് ഷെരീഫ് ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഹായ് പറയൂ. നൈനിക അനീഷ് ഹായ് തില്ല, സുഖമാണോ? സുഖമാണ്. എന്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. ഷിബു SB ഹായ് തില്ല. അബിൻ AS തില്ല പൊളിക്ക്. പിന്നെ MC മുഹമ്മദ് ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ദീപ പ്രവീൺ ഹായ് ചേച്ചി. ഹായ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഈ ലൈവ് മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുക. കാര്യം ഞങ്ങൾക്ക് കുറെ സർപ്രൈസുകൾ പൊളിക്കാനുണ്ട്. ആ സർപ്രൈസുകള് അത് ഞങ്ങളെക്കാൾ ഉപകാരം നിങ്ങൾക്കായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ആ സർപ്രൈസുകളൊക്കെ എന്തായാലും സാറ് പറയുന്നതായിരിക്കും കേട്ടോ. സാർ എന്ന് ഞാൻ പറയണില്ല, രുദ്രൻസ് പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കാസർഗോഡാണ്. അളക പ്രവീൺ, ദീപ പ്രവീൺ പറയുന്നു. ഓക്കെ, അതായത് ദീപ പ്രവീൺ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് അളക പ്രവീൺ ആണ് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല പേരുകളല്ലേ? അതെ, നല്ല രസമുണ്ട്. അതെ, അല്ലാതെ എന്ത് പേരാണ്? തില്ല, ആദിത്യ, പോയി ചത്തൂടെ? കാർത്തിക്. അത് മാത്രല്ല, ബാക്കി നിൽക്കുന്ന ആളിന് ഏത് പീഡന കേസിലും മറ്റേ എന്താണ് കള്ളന്മാരുടെ പേരുണ്ട്. മനോജ്, അനീഷ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു സ്റ്റാൻഡേർഡ് ലെവലോ അങ്ങനെയൊന്നും പോകണ്ട. കാര്യം നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് നമ്മൾ സോഷ്യലായിട്ട് നമുക്ക് ഇടപെട്ടിട്ട് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് അല്ലേ. അപ്പൊ നമ്മുടെ ഒരു ഇൻട്രോ ഒരു ലൈവ് പോലെ പോവാന്ന് പറഞ്ഞു. പക്ഷെ അത് ഇത്രയും കടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ഞാൻ മുട്ടയും കൂടെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കും ഞാൻ അതിലുള്ളതാണ്. അയ്യോ, ശരിക്കും അങ്ങനെ അല്ല. പേര് അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവാറുണ്ട് നോർമലി എന്നാണ്. മനോജ് എന്ന് പറയുന്ന പേര് ഭയങ്കര ഫെമിലിയർ ആണ്. ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അവരെല്ലാം നല്ല കിടിലങ്ങളുമാണ്. അതെ, എന്റെ മുഖം ക്ലോസ് ആയി ചിലപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ശരിയാണ്. അത് നമ്മൾ പെട്ടെന്ന് ലൈവ് വരുന്ന തുരയിൽ നമ്മളത് ഓർത്തില്ല. ഓക്കെ, കിട്ടുന്നുണ്ടോ? ലൈവ് ഓൺ ഗോയിങ് ആണോ? ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇന്നിപ്പോ ചെയ്യുന്നത്. ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കുക ഇന്നത്തെ ദിവസം. അതുപോലെ നമ്മുടെ തന്നെ പുതിയ സ്റ്റുഡിയോയും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ്. അത് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ഇതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെക്നിക്കലി ഇതിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രൈങ് ടു റീകണക്ട്. എന്റെ വൈഫൈ ഞാൻ ഓഫ് ചെയ്തേ. ഒരു വൈഫൈ കൊണ്ട് 1000. അയ്യോ, എനിക്ക് കമന്റ് ഞാൻ ഇവിടെ ഒന്നും വായിക്കാതെ നടക്കുള്ളൂ, അല്ലാതെ നടക്കുന്നില്ല. യെസ്, അങ്ങനെ പേടിക്കൊന്നുമില്ല. പോട്ടെ. ഓക്കെ, അതുവരെ വന്നിട്ടുള്ള കമന്റ്. അപ്പൊ മാക്സിമം ഞങ്ങൾക്ക് പറയാനുള്ളത്, മാക്സിമം ഈ ലൈവിന് ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ കുറെ ആൾക്കാരും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ചധികം സർപ്രൈസുകൾ പറയാനുണ്ട്. അത് തീർച്ചയായിട്ടും ഇനി വരും ലൈവുകളിൽ നിങ്ങൾക്ക് ഉപയോഗമുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷെ അത് ഞങ്ങളുടെ കുറച്ച് പാട്ടുകളും കുറച്ചു നേരം സഹിക്കേണ്ടി വരും. എന്നിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലൈവില് കുറെ ആൾക്കാരെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക. പറയേ, ഞാൻ ഇരുന്ന് പുഴുങ്ങുന്ന കാണുന്നില്ലേ? ഞാനല്ലേ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത്. ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ. മൈക്കില്ലാത്തോണ്ടായിരിക്കും. കുറച്ചു നേരം മൈക്ക് കൊടുക്കും. ആദ്യത്തെ സംസാരിക്കട്ടെ. പാട്ടുകളൊക്കെ ആവശ്യപ്പെടാൻ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ വലിയ കരാകരിക്കലിരിക്കുന്ന പാടിത്തരും. അങ്ങനെയല്ല, ആദിത്യ പാടിത്തരും. ഒരു കാര്യം ചെയ്യാം, ആദിത്യ എന്നെ സ്റ്റാർട്ട് ചെയ്യും. ആദിത്യയുടെ വൈറൽ ആയിട്ടുള്ള ആ ഒരു പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ആകെ കുറച്ച് 2-3-9 പേരെങ്കിലും ഉണ്ട്. ഞാൻ പാടിയിട്ട് ഇനി അതും കൂടെ എണിച്ചു പോവാനുള്ള. അങ്ങനെയൊന്നും ഒരിക്കലും പോവില്ല. അത് ഞാനാ പറയുന്നേ. ഓക്കെ, നമുക്ക് നമ്മുടെ വൈറലായിട്ടുള്ള പാട്ടിൽ തന്നെ തുടങ്ങാം അല്ലേ? യെസ്, കൂടത്തില്ലേ? കൂടും. മോടി ചെയ്യാറുമാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി ഇവിടെ മോടി
ചെയ്യാനുമാറുമാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി വടമോടി ചെയ്യാനുമാറുമാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി. ഓക്കെ, ഇത് പോരെ, ഇത് പോരെ. ഓക്കെ, അപ്പൊ ഇനി ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടുക. അതിനോടൊപ്പം ഇപ്പൊ ഒരു 14 പേര് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ കുറെ അധികം ആൾക്കാരും കൂടി ജോയിൻ ചെയ്യും. അതെ അതെ അതെ, ഓക്കെ, ആൾക്കാർ പോരട്ടെ. കാരണം ഞങ്ങൾക്ക് കുറെ അതെ അതെ പറഞ്ഞോ നിങ്ങൾക്കുള്ള സർപ്രൈസുമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വന്നേക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ലൈവ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലാബ്ല കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. അമ്മാതിരി ഒരു സർപ്രൈസ് ആണ് ഞങ്ങൾ പൊളിക്കാൻ പോകുന്നത്. അപ്പോ അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പറയാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കമന്റുകളും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വായിച്ചു പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എന്താണ് അല്ലേ ഒഴിവും. കാർത്തിക് മടപ്പള്ളി അടിച്ചു പൊളിക്കൽസ് തന്നെ എന്ന് ചോദിക്കുന്നത്. പിന്നല്ലാണ്ട് ഒറ്റ ജീവിതമേ ഉള്ളൂ, ഇങ്ങനെ അടിച്ചു പൊളിക്കുക, കൂടെ കൂടെ കരയുക. എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടൊന്നും ആരും ഒന്നും വിചാരിക്കില്ല. ഇന്നലത്തെ എന്റെ സ്റ്റാറ്റസ് ഉണ്ട്, അപ്പൊ കുറെ പേര് വിചാരിച്ചു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന ഉടനെ ഒരു നല്ല സെഡ് സ്റ്റാറ്റസ് അങ്ങോട്ട് ഇട്ടിട്ട് അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, ഒന്നാമത്തെ കാര്യം അതൊരു ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ പാട്ടൊക്കെ നിർത്തി വീട്ടിൽ ഇരുന്നതാണ്, അറിയാലോ. അതെ, ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോയ്ക്ക് ഒരു കോള് വന്നത്. പക്ഷേ വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു പോയത്. ആ ഒരു കിട്ടിയ എന്താണ് ഗിഫ്റ്റ് നമ്മുടെ പാട്ട് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു തീർച്ചയായിട്ടും നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം. സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയി പോയി. സാധാരണ ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഞെട്ടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അന്നലെ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയത് അവരാണ് ഞങ്ങളെ ഞെട്ടിച്ചത്. കാരണം ഞങ്ങളെ കുഞ്ഞു മക്കളായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അവര് ഈ തിരിച്ച് ഇങ്ങോട്ട് പാടിയപ്പോഴത്തേക്ക് തന്നെ അന്തം വിട്ടുപോയി. കാരണം അമ്മാതിരി പാട്ടുകളായിരുന്നു അവർ പാടിയത്. അപ്പോ ഞങ്ങളെ ഒരുപാട് പേര് ഞെട്ടിച്ചായിരുന്നു ഇന്നലെ. അങ്ങനത്തെ കിട്ടില്ലം ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് തുടർന്നും പറയാം. എനിക്ക് കമന്റ് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാത്തത് കേട്ടോ. ആരൊക്കെയോ എന്തൊക്കെയോ കമന്റ് ഇടുന്നുണ്ട്. രാകേഷ് ചേട്ടനായിരുന്നു ഇട്ടത്. താങ്ക് യു. രാജീവ് ആരാ, കാണാൻ വയ്യ, നോക്കട്ടെ. രാജീവ് ചന്ദ്രൻ, അയ്യോ എനിക്ക് അറിയില്ല കേട്ടോ. DP ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത് കൊണ്ടും അങ്ങനെയല്ല, എനിക്ക് DP കണ്ടപ്പോ ആളിനെ മനസ്സിലാവുന്നില്ല. വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരാള് അല്ലേ. അയ്യോ അങ്ങനെയല്ല, ഞാൻ കോഴിയല്ല. പോ പിള്ളേർ എഴുന്നേറ്റ്. അങ്ങനെ രാജീവ് ചേട്ടൻ എനിക്ക് ആളിനെ മനസ്സിലായില്ല. ഞാൻ സത്യമായിട്ടേ പറയുള്ളൂ. അതെ, രാജീവ് ഏട്ടൻ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പാട്ട് കേട്ടിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു കമന്റ് വന്നത്. അപ്പൊ വളരെ നന്ദിയുണ്ട് കേട്ടോ ആ ഒരു കമന്റിന്. മാക്സിമം രാജീവ് ഏട്ടൻ എല്ലാരും ചേർന്നിട്ട് മാക്സിമം ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. കുറച്ച് ആൾക്കാരും കൂടെ കയറിയതിനു ശേഷം വേണം ഞങ്ങളുടെ ഇന്നത്തെ ലൈവിന്റെ വിശേഷം എന്താണ്, ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈവ് വരാൻ കാരണം എന്നുള്ളത് നിങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിവീൽ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കുറെ പേർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ് സ്റ്റാറ്റസ് ആയും അതുപോലെ തന്നെ ലിങ്ക് ആയിട്ട് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കും കലാകാരികളുടെ സപ്പോർട്ട് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരാണ് തീർച്ചയായിട്ടും. അപ്പോ അത്തരത്തിലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു ലൈവ് വരുന്നത്. അപ്പൊ ഇനി ഒരു പാട്ടിലേക്ക് കൂടെ പോയാലോ? അത് തുടങ്ങിയ ആള് തന്നെ. ചേട്ടാ എപ്പോഴും ഇങ്ങനെയാണ്, തില്ലക്കുട്ടി അങ്ങനെയാണ് വിളിക്കുന്നത്. അന്ന് മുതലേ ഇന്ന് വരെയും അങ്ങനെയാണ്. ഒരു കുട്ടി കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ, ദീപ പ്രവീൺ എന്ന് വെച്ചാൽ തില്ല ചേച്ചിയുടെ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ തില്ല ചേച്ചീനെ കൊണ്ടൊരു പാട്ട് പാടിക്കണ്ട നമുക്ക്. ഓക്കെ, തീർച്ചയായിട്ടും ഏത് പാട്ട് പാടും? ദീപ പ്രവീണിന് വേണ്ടിട്ട് ഒരു പാട്ട്. തില്ല ചേച്ചി തുടങ്ങിക്കോ. അതെ, ഏത് പാട്ട് പാടണം പറയും. ഒരു കുട്ടിയല്ലേ ചോദിച്ചേക്കുന്നത്, അപ്പൊ കുട്ടിക്ക് പേരിലെ പാട്ടെന്നായിരിക്കും പറയാൻ. സ്വന്തം പേരിൽ ഒരു നാടൻ പാട്ടുള്ള ഏക പാട്ടുകാരി എന്ന് ഞാൻ പറയുള്ളൂ. തില്ലേലോ പുള്ളി ഇറങ്ങുമ്പോ കേട്ടിട്ടുണ്ടോ? സ്വന്തം 11 പേര് ഒരാള് വേണ്ട 11 പേരാ. ഈ കാര്യം പറയുമോ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ സംസാരിക്കാതെ? അത് ആരാ പറഞ്ഞേ? ശരൺ കാസ്ട്രോ കിളിമാനൂർ. ശരൺ ചേട്ടൻ എനിക്കറിയാം. ഓക്കെ ചേട്ടാ പറയാം, ഒരു പാട്ട് കൂടെ പാടിയിട്ട്, അല്ലെങ്കിൽ വേണ്ട കാര്യം പറഞ്ഞിട്ട് പാടാം. എങ്കിൽ ശരി, പാട്ട് പാടിയിട്ട് കാര്യം പറയാം. ഓക്കെ തുടങ്ങിക്കോ. തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ, തില്ലേലേലേലേലോ പുള്ളിറങ്ങുമാ,
തിലലേലേലേലേലോ പുള്ളിറങ്ങുമാ பார்த்தாலும் பார்த்தேனடி புள்ளிறங்குமா பார்த்துக்கிட்டே நிப்பேனடி புள்ளிறங்குமா பார்த்தாலும் பார்த்தேனடி புள்ளிறங்குமா பார்த்துக்கிட்டே நிப்பேனடி புள்ளிறங்குமா பார்த்தாலும் பார்த்தேனடி புள்ளிறங்குமா பார்த்துக்கிட்டே நிப்பேனடி புள்ளிறங்குமா தில்லேலேலேலேலோ புள்ளிறங்குமா திலலேலேலேலேலோ புள்ளிறங்குமா தில்லேலேலேலேலோ புள்ளிறங்குமா തിലലേലേലേലേലോ പുള്ളിറങ്ങുമാ. ഓക്കെ, അപ്പൊ ഇനി ശരൺ ചേട്ടൻ പറഞ്ഞതിനെ നമ്മൾ എന്തായാലും പുണ്യ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് തില്ല ചേച്ചി പുണ്യാണ്. തില്ല ചേച്ചി പുണ്യാണ്. പുണ്യ കിഡിലൻ ഒരു പാട്ടുകാരിയാണ്, അസാധ്യ പാട്ടുകാരിയാണ്. നമ്മുടെ ഡിലൈറ്റ് FM ആർജ കൂടിയാണ് കേട്ടോ. അപ്പൊ പുണ്യക്കുട്ടി ഹായ്, എല്ലാവർക്കും ഷെയർ ചെയ്യടാ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കാര്യം കേൾക്കാനായി ഇരിക്കുന്നതെന്ന് മനസ്സിലായി, കാര്യം കേട്ടിട്ട് ഓടിക്കളയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ എന്താണ് ഞങ്ങളുടെ ലൈവിന്റെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ രുദ്രൻസ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഷോ നമ്മൾ ഇനി എല്ലാ വീക്കിലും നമ്മൾ ഒരു ഷോ വെച്ച് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. എല്ലാവരും നമ്മുടെ ഒരുപാട് തില്ലയെ തന്നെ ഇഷ്ടപ്പെടുന്ന, തില്ലയുടെ ആരാധകരായിട്ടുള്ള അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരെയും വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മുൻകാലങ്ങളിൽ പലപ്പോഴും അറിയാലോ, സ്ഥിരം ഒരാഴ്ചയിൽ ലൈവ് വരുന്നുണ്ട്, മറ്റുള്ള FM ആയിരുന്നെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോ ഇപ്പൊ അത് തിരിച്ച് കാണാതെ വന്നപ്പോഴത്തേക്ക് പലരും മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇപ്പൊ ലൈവ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ എന്തോ നമ്മുടെ ആ ഒരു പ്രേക്ഷകരെ നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ടുള്ളൊരു ആഗ്രഹമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ലൈവിലേക്ക് വരികയാണ്. പക്ഷെ വരുമ്പോൾ വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു വീക്കിലി 2 ഷോ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ വരുന്നത്. 2 ഷോ നമ്മൾ വീക്കിലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് വൺ വന്നിട്ട് സൺഡേ ആണ്, ഞായറാഴ്ചയാണ് ആദ്യത്തെ ഷോ. രണ്ടാമത്തെ ഷോ വെനസ്ഡേ, ബുധനാഴ്ചയാണ്. അപ്പൊ ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് അതില് നമ്മൾ കുറച്ച് കുസൃതികളും കുറെ നല്ല പാട്ടുകളും ചില ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതില് ആ ചോദ്യങ്ങളിൽ ശരിയുത്തരം പറയുന്ന വ്യക്തികളിൽ നിന്ന് നറുക്കെടുക്കുന്ന ആളിലൂടെ ഭാഗ്യശാലിയിലേക്ക് നമ്മുടെ ഈ ഒരു ചാനലിന്റെ വകയായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടാകും. ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ തുടർന്ന് പറയും. അപ്പോൾ ആ പ്രോഗ്രാമിന്റെ പേര് എന്ന് പറയുന്നത് പാട്ടു കേൾക്കാം പറയാം നേടാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിപ്പോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്, അനൗൺസ് ചെയ്യുകയാണ്. പാട്ടു കേൾക്കാം പറയാം നേടാം. ഞങ്ങളുടെ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം, ഞങ്ങളുടെ ചോദ്യങ്ങൾ കേട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാം. അതിലൂടെ നിങ്ങൾക്ക് മനോഹരങ്ങളായ സമ്മാനങ്ങൾ നേടാം. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ വരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നാട്ടിലെ പാട്ടുകാർ. ഈ പ്രോഗ്രാമിന് കുറച്ചുകൂടെ വെറൈറ്റി ഉണ്ട്. അതായത് ഞങ്ങളുടെ ഈ മുഖം സ്ഥിരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയല്ല, പകരം നിങ്ങളിലെ നല്ല നല്ല പാട്ടുകാര്, അതായത് അവസരങ്ങൾ കിട്ടാതെയോ ഒരു മുഖം കാണിക്കാതെയോ ഒക്കെയുള്ള പാട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ലൈവിലൂടെ അവരുടെ പാട്ടുകളും പാട്ടിന്റെ വിശേഷങ്ങളും അവരുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവിലേക്ക് അവർക്ക് കടന്നു വരാം. അതിനുള്ളൊരു അവസരമുണ്ട്. അതിനുള്ള നമ്പരും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിന് അടുത്ത വരുന്ന ഷോയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിലൂടെ അവരുടെ ബയോഡേറ്റയും പ്രൊഫൈലും മറ്റവരുടെ വീഡിയോയും എല്ലാം അയച്ചു തന്നിട്ട് അവരെ നമ്മൾ ഓരോ ഷോയുടെ അന്നത്തെ അവരെ നേരത്തെ തന്നെ അറിയിച്ച് അവരെ നമ്മളെ ഈ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ച്. പണ്ടത്തെ ഫോൺ കൊണ്ട് കിടക്കുന്ന ആളെ ഞാൻ വീണ്ടും കണ്ടുപിട്ടി. പണ്ടത്തെ അങ്ങനെയല്ല, വളരെ മനോഹരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, അത് കട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ അവർക്കും ഭാഗമാക്കായി ഈ പ്രോഗ്രാം നടത്താനുള്ള ഒരു അവസരം അവർക്ക് കൂടി നമ്മൾ നൽകുന്നതാണ്. അങ്ങനെയുള്ള മനോഹരങ്ങളായ 2 ഷോയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഞായറാഴ്ചയും ബുധനാഴ്ചയും. ഒന്നാമത്തെ പ്രോഗ്രാമിന്റെ പേരാണ് പാട്ട് കേൾക്കാം പറയാം നേടാം. രണ്ടാമത്തെ പ്രോഗ്രാമാണ് നാട്ടിലെ പാട്ടുകാർ. ഈ 2 പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. ഇതിന്റെ അനൗൺസ്മെന്റുമായിട്ടാണ്, സത്യം പറഞ്ഞാൽ ഇതിന്റെ അനൗൺസ്മെന്റുമായിട്ടാണ് നമ്മൾ ഈ ലൈവ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങളെല്ലാം തില്ല പറയും. അതെ, അപ്പോ നാട്ടിലെ പാട്ടുകാരാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തുടർന്ന് എങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് അടുത്ത ലൈവ് വഴി പറയുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഫീഡൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് പോവുക, അതിൽ പോസ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഇടുക. അപ്പോ താല്പര്യമുള്ള പാട്ടുകാർ അവരുടെ വീഡിയോസ് ഒക്കെ അയച്ചു തരിക. നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വന്ന് ലൈവ് ചെയ്യാം, സ്റ്റുഡിയോയിൽ പാട്ട് പാടാം, അതിനൊക്കെയുള്ള ഒരു അവസരമാണ്.
തീർച്ചയായിട്ടും പലരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്റ്റുഡിയോയിൽ പാട്ട് പാടുക എന്നുള്ളത്. അപ്പൊ സ്റ്റുഡിയോയിൽ പാട്ട് പാടാനൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഈ വെനസ്ഡേ നമുക്ക് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പാട്ട് പാടാൻ വരാൻ താല്പര്യമുള്ള പാട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്റെ ഇൻബോക്സിൽ മെസ്സഞ്ചറിൽ വന്ന് അറിയിക്കുക. ഞാൻ അതിൽ നിന്ന് ഒരാളിന് തീർച്ചയായിട്ടും ഈ വെനസ്ഡേ നമ്മൾ ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഈ വെനസ്ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ടൈം കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, കമന്റുകൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വേറൊരു ഫോണിലൊന്ന് എടുത്തോട്ടെ. ഇത് നല്ല ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് കൊണ്ടും ലെറ്റേഴ്സ് വളരെ ചെറുതായിട്ട് പോകുന്നത് കൊണ്ടും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒന്ന് വേറൊരു ഫോണിലോട്ടൊന്ന് നോക്കട്ടെ കമന്റുകൾ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ 2 ലൈവിന്റെയും ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കമന്റ് വഴി അറിയിക്കുക. ഓക്കെ, അതിന് മുന്നേ വന്ന കമന്റുകൾ, അയ്യോ അതിന് മുന്നേ വന്ന ഒരു കമന്റും കാണുന്നില്ല, ബാക്ക് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം. ഓക്കെ, ആർക്കെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നില്ല. അടുത്ത് പോയി വായിക്കട്ടെ. ആ രാകേഷ് ചേട്ടനായിരിക്കും. മൈക്ക് പറഞ്ഞാലേ കേക്കൂ. അതായത് നമ്മുടെ രാകേഷ് വൈശാഖം പറഞ്ഞിരിക്കുകയാണ്, എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നില്ല എന്നേ ഉള്ളൂ, തില്ലൂസ് എന്റെ അനിയത്തി തന്നെയാണ്, തീർച്ചയായിട്ടും സംശയമൊന്നും വേണ്ട കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്നൊരു ഒരു കുശും പഠിച്ചില്ലേ? ആ കുശുമ്പ് ആദ്യം തൊട്ടേ ഉണ്ട് കേട്ടോ രാകേഷേട്ട. കാര്യം രാകേഷേട്ട കാണും മുമ്പേ ശരിക്കും പറഞ്ഞാല് എന്റെ അമ്മ പ്രസവിച്ചു തന്നേ ഉള്ളൂ, ഇവരെല്ലാരും കൂടെയാണ് വളർത്തിയത്. എന്നിട്ടും തലേന്ന് ഒഴിഞ്ഞു പോകാതെ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ആ ഒരു കുശുമ്പിന് നിങ്ങൾ തമ്മിൽ ഈഗോ അടിക്കേണ്ട, രണ്ടുപേരും ബ്രദേഴ്സ് തന്നെയാണ്. MC മുഹമ്മദ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ് മിസ്റ്റർ അനീഷ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മൈക്ക് ഒന്നുകൂടി വേണം. ഓക്കെ, അതെ 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 അതെ, ഞങ്ങൾ ഈ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോ ചേട്ടായിയെ പരിചയപ്പെടുത്താൻ മറന്നു. ഏകദേശം എല്ലാവർക്കും അറിയാം, എങ്കിലും പുതുതായിട്ട് എന്റെ ലൈവിൽ വന്ന ആൾക്കാരോട് ഞങ്ങളുടെ ഈ ഒരു മൈക്ക് അറേഞ്ച്മെന്റ്സ്, ഈ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ എന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കെട്ടിയോൻ തന്നെയാണ്, ഭർത്താവ് എന്നൊന്നും പറയണ്ട, കെട്ടിയോൻ തന്നെയാണ് മിസ്റ്റർ അനീഷ്. അപ്പോ പുള്ളിക്കാരനെയും കൂടെ പരിചയപ്പെടുത്താം. മുഖം കാണിക്കാത്ത പിന്നാമ്പുറ കാഴ്ചക്കാരൻ മാത്രമാണ്, പുള്ളിക്കാരൻ വരൂല, എന്നെങ്കിലും നമുക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരാം. ഓക്കെ, അതെ അതെ അതെ. അപ്പോഴേ പുണ്യലക്ഷ്മിക്ക് പറഞ്ഞിരിക്കുന്നു, ചേച്ചി എനിക്ക് വേണ്ടി ഒരു പാട്ട് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാകേഷ് വിശാഖം ചേട്ടൻ വൈശാഖമല്ല വിശാഖം എന്നാ കേട്ടോ, സോറി. കാരണം നമ്മള് ചില സന്ദർഭങ്ങളിൽ വൈശാഖം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഐ ആണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു ഇതിലാണ് എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഐ എം സോറി ഏട്ടാ. വിശാഖ് ദയാശങ്കർ ആരെന്നറിയാമോ? അറിയില്ല. നമ്മളെ പഴയ ശ്രീദുർഗയിലെ തകിലിസ്റ്റ്. ഹലോ മിസ്റ്റർ മാരിജു, ഹായ്. അപ്പം നമ്മളെ പുണ്യലക്ഷ്മിക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. ആര് പാടും? ഞാനോ? ഇന്നെല്ലാം എനിക്കാണ്. അങ്ങനെ. ഓക്കെ, ഞാൻ നേരത്തെ പാടിയല്ലോ. ഓക്കെ, ഒന്നര പോവാ. നാം നല്ലൊരു ഇളങ്കവുങ്ങ് അങ്ങനെ ഇലവിരിച്ചാടണ പാക്കവുങ്ങിൻ തല്ല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. നാം നല്ലൊരു ഇളങ്കവുങ്ങ് അങ്ങനെ ഇലവിരിച്ചാടണ പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. തെക്കേല പത്തൂന്റെ മോളാണ് ഒളി കാണാൻ അഴകുള്ള ഖദീജ പെണ്ണ്, ആരും കൊതിക്കണ പൂവാണ് ഓള് തെക്കേല പത്തൂന്റെ മോളാണ്. നാം നല്ലൊരു ഇളങ്കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാൽക്കവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. മലബാറിൻ കൊഞ്ചുള്ള പെണ്ണാണ് ഓള് മാപ്പിള്ള പാട്ടിന്റെ ചേലാണ്, ആരും കൊതിക്കണ പൂവാണ് ഓള് തെക്കേല പത്തൂന്റെ മോളാണ്. നാം നല്ലൊരു ഇളങ്കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാൽക്കവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. അപ്പൊ പുണ്യക്കുട്ടിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വെള്ള ഹൃദയം. അപ്പൊ ഞങ്ങള് നിറയെ ചുവപ്പ് ഹൃദയങ്ങൾ അങ്ങോട്ടേക്ക് തരുന്നു. ഓക്കെ,
ഓക്കെ. അപ്പൊ നക്ഷത്രമാണ് വിശാഖം. വിശാഖം. ഓക്കെ. അതുപോലെ തന്നെ മോൾ എവിടെ? മകൾ എവിടെ? ഇവിടെ ഇരിപ്പുണ്ട്. നങ്ങേലി ഒന്ന് മുഖം കാണിച്ചിട്ട് പോകൂ. ഇതുവരെ വന്ന് ഹായ് പറഞ്ഞിട്ട് പോ. ഇവിടെ വരൂ, ഹായ് പറയൂ. ഹായ്. നങ്ങേലി ഒരു പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, പാടൂല. സംഗീത് ചിക്കു നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. രാകേഷ് ചേട്ടൻ ഒരു തമ്പ് തരുന്നുണ്ട്. ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചേട്ടാ, ഞാൻ ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നു, ഇവിടെ വർക്കുകൾ ഉണ്ട് എങ്കിലും വർക്കുകൾ ഉള്ളപ്പോൾ സദയം എന്നെ ക്ഷണിക്കുക. അതൊരു നല്ല ഇതല്ലേ? അതെ അതെ. സംഗീത് ചിക്കു എന്ന് പറയുന്നത് എന്റെ പ്രിയ സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ സിനിമ സീരിയൽ രംഗത്തേക്കൊക്കെ എന്നെ കൈപിടിച്ചുയർത്തിയ ആളാണ്. പുള്ളിയാണ് എന്റെ ആർട്ട് ഡയറക്ടറായിരുന്നു. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട്, അസോസിയേറ്റ് ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. പുള്ളിക്ക് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി സിനിമ ഫീൽഡാണ്. അതിലുപരി കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഈ ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ പുറകിൽ നിൽക്കുന്നവരെ ആരും കാണത്തില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നണി പ്രവർത്തകരാണ്. മുന്നിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളെ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഞെക്കാട് രാജ് എന്ന് പറയുന്ന അതുല്യനായ പ്രതിഭാധനനായ സിനിമാ നടന്റെ മകനാണ് സംഗീത് ചിക്കു, എന്റെ പ്രിയ സുഹൃത്ത്. ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. ഓക്കെ. എന്തായാലും സംഗീതേട്ടൻ നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുണ്യലക്ഷ്മി ചേച്ചി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ പുണ്യക്കുട്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ ലൈവിൽ ജോയിൻ ചെയ്യണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. ഉറപ്പായിട്ട് പുണ്യക്കുട്ടി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സംഗീതേട്ടൻ പറയുന്നു ഓക്കെ എന്ന്. അതപ്പോ ഓക്കെ ആയി. സമാധാനായി. നങ്ങുനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടപ്പോ സമാധാനമായെന്ന് രാകേഷ് ഏട്ടൻ പറയുന്നു. ഓക്കെ. നങ്ങു ഇവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ചിങ്ങനെ ഓടി നടപ്പുണ്ട്. അപ്പൊ ലൈവ് ഷെയർ ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. തീർച്ചയായിട്ടും ലൈവ് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഈ ലൈവിനെ എത്തിക്കുക. കാര്യം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ 2 ഷോകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ഷോയിലൂടെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാം, ആൾക്കാരെ കാണിക്കാം. അതിനോടൊപ്പം മറ്റൊരു ഷോയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ഗിഫ്റ്റുകൾ നേടാൻ സാധിക്കും. അപ്പൊ എന്താണ് ഗിഫ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരും ലൈവുകളിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ മിസ് ചെയ്യാണ്ട് ഉറപ്പായിട്ട് ലൈവിൽ കയറുക എന്നൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പാട്ടുകൾ കേൾക്കുക, അതിന്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, സമ്മാനം നേടുക, അത്ര മാത്രമാണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അടുത്ത ലൈവില് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അതെ. അല്ലല്ല, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്റെ അടുത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചു കുട്ടികളായാലും അവർക്കും ഇങ്ങനെ പാടണം, എങ്ങനെ ചേച്ചി ഇത് ഏത് ഒരു ടീമില് ഫസ്റ്റ് ആയിട്ട് എങ്ങനെയാ കെയർ ചെയ്തെന്നൊക്കെ ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ഒരു അവസരം കൂടിയാണത്. അവരൊക്കെ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഇൻബോക്സിലായിട്ട് കമന്റ് അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ ഇട്ടാൽ മതി. അവർക്ക് വളരെ നല്ലൊരു അവസരമാണ്. തീർച്ചയായും പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ആദിത്യ കുട്ടിയും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ലൈവിനുണ്ടാവും. ഉണ്ടാവും. വിളിച്ചില്ലെങ്കിലും വരും എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇവിടെ ആയി, അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഗ്യാങ്ങിൽ പെട്ടുപോയുള്ള ഒരു കുഴപ്പം ഇതാണ്. അത് മാത്രമല്ല, വന്നതും നിന്നതും പോയതും എല്ലാം നമ്മളെ കണക്കായി എല്ലാവരും അതല്ല തിരിഞ്ഞത്. സ്വന്തമായ ഒരു ബോധം. അതാണ് ഞാനും ആലോചിക്കുന്നത്. പണ്ട് ഒന്നിനെ സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ 1000 എണ്ണത്തിനെ സഹിക്കേണ്ട അവസ്ഥയാണ്. എല്ലാണോ ഈ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. എന്താ പറയാ, ആദിത്യയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പോ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കലാകാരിയാണ്. മനോഹരമായ പാട്ടുകൾ കൊണ്ട് നമ്മളെ രസിപ്പിക്കുവാനും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ തില്ലയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടി പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ കൊണ്ടൊരു പാട്ട് പാടി. അതായിരിക്കും ഈ ഒരു അവസരത്തിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ കിടന്ന് മെഴുകയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതെ. ആദിത്യ നമ്മൾ ആദിത്യ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ അമ്മയെ കുറിച്ചുള്ള പാട്ട്. ഓക്കെ, അത് പാടിക്കൂടെ? തന്നാരം പാടുന്ന. ഓക്കെ. നമുക്ക് എല്ലാവർക്കും അമ്മമാരെ ഇഷ്ടമാണല്ലേ. അപ്പൊ നമ്മൾ ആദ്യമായി കേട്ട പാട്ടുൾപ്പെടെ അമ്മയുടെ താരാട്ട് പാട്ടായിരിക്കും. അപ്പൊ നമ്മള് നാടൻ പാട്ടുകളിലും ഒക്കെയും അമ്മ എന്ന സങ്കല്പം ദൈവമാണ്. നമ്മുടെ പെറ്റമ്മ, പോറ്റമ്മ എല്ലാം നമ്മുടെ അമ്മമാരാണ്. ഗുരുക്കന്മാരിലായിട്ടുള്ളവര് നമ്മുടെ അമ്മമാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആദിത്യ കുട്ടി ഒരു പാട്ട് പാടുന്നു. എനിക്ക് വരി കുറച്ചേ അറിയത്തുള്ളൂ, അത് എല്ലാരും മനസ്സിലാക്കാം. അതെ, മനസ്സിലാക്കാനാണ് ഉദ്ദേശിച്ചത്. ലൈവ് ആയതുകൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ ശീലമായി. തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ,
എന്നാരും പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ. എന്നാരും പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ. എന്നാരും പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ. വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി. വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി. ആലില വയറിൽ നല്ലൊരമണിക്കിലുക്കം ആടും താളത്തിൽ നല്ല പൊൻചിലമ്പാട്ടം. ആലില വയറിൽ നല്ലൊരമണിക്കിലുക്കം ആടും താളത്തിൽ നല്ല പൊൻചിലമ്പാട്ടം. എന്നാരും പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ. എന്നാരും പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ. ഞാൻ ഈ പാട്ട് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും അമ്മയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞങ്ങൾ എല്ലാരും ചേർന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ കിടിലം പാട്ടുകാരിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കമന്റ് വായിക്കൂ. മൈക്ക് 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 മൈക്ക്. സുനിൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു മൈക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും കൊണ്ടുവരാൻ കേട്ടോ, 3 പേരോളപ്പം. വിഷ്ണു സുനിൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. വിഷ്ണുവിനെ മനസ്സിലായില്ലേ? നമ്മുടെ പാട്ടുകാരൻ. നമ്മുടെ വിഷ്ണു. വിഷ്ണു പ്രവാസിയാണ്, പ്രവാസി. വിഷ്ണു ഇപ്പൊ നാട്ടിൽ വരുന്ന ദിവസം ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും. മണലാരണ്യങ്ങൾ അവിടെ കിടന്ന് വിയർപ്പ് ചോര നീരാക്കി നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവന്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്ന വിഷ്ണുവിന് എല്ലാവിധ ആശംസകളും. യെസ്. അടുത്ത കമന്റ് ദീപ സുഭാഷ്. സുഖമായിട്ടിരിക്കുന്ന, കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല. അത് മരുന്ന് കഴിക്കാത്തപ്പോഴേ ഉള്ളൂ. അതെ, അതും കഴിക്കുന്നുണ്ട്. ഇനി അങ്ങനെ കൂടെ പറയും. ഓക്കെ, അല്ല ഈ മൈക്ക് തരാൻ വരട്ടെ, അവിടെ നിൽക്കൂ. അതിന് മുന്നേ ഈ നിൽക്കുന്ന ആള് നന്നായി ശബ്ദമൊക്കെ അനുകരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഒരു അനുകരണം ചെയ്തിട്ട് പോയാ മതി. താല്പര്യമില്ലാത്തോണ്ടല്ല, എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇത് സ്ഥിരം പാട്ടുകാരും മിമിക്രി ആർട്ടിസ്റ്റുകളും എല്ലാരും പറയുന്ന മുന്നേ വർത്താനമാണ്. അത് പറ്റില്ല. ഞാനിപ്പോ ഏകദേശം ഒരു 1.5 മാസം, അല്ല 1 മാസത്തിൽ കൂടുതലായി, 1.5 മാസം അടുപ്പിച്ചായി എനിക്ക് അലർജിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം AC ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്ന കാര്യം, 2 തുമ്മൽ തുമ്മാൻ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പിടിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോഴത്തന്നെ അനീഷ് AC അളവ് കുറച്ചു, ഇപ്പൊ 26-ലാക്കി. ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്കിലും ഒരു പാട്ട് പാടാം ചെറുതായിട്ട്, 2 ലൈൻ മാത്രം. എല്ലാരും മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാരും മാക്സിമം ഷെയർ ചെയ്യണം. ഈ പാട്ട് പാടുന്നത് കൊണ്ട് ഷെയർ ചെയ്യരുത്. അങ്ങനെയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് മൊത്തം മാറിയിരിക്കുവാണ് കേട്ടാ, എന്റെ ശബ്ദം മൊത്തം മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എന്നാലും പരമാവധി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ചെറുതായിട്ടൊന്ന് പാടുകയാണ്. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളില് പൂമതമുള്ളൊരു പെൺപൂവേണു പൂക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളില് പൂമതമുള്ളൊരു പെൺപൂവേണു പൂക്കാര. മുകളില് ജില 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 ജിങ്കിലമോടെ മുകിൽ പൂവിടർത്തും പൊൻകുടക്കീഴി. മുകളില് ജില 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴി. വരില്ലേ നീ വനമാലേ കരലേ താമരത്താലി തയ്യാറ തയ്യാറത്താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളില് പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. സൗണ്ട് അടച്ചിരിക്കുകയാണ്, ക്ഷമിക്കണം. എല്ലാ പാട്ടുകാരും പറയുന്ന അതേ റീസൺ. പക്ഷെ ശരിക്കും വയ്യാത്തോണ്ടാണ് കേട്ടോ, അത് നമുക്കറിയാം. ഇവിടെ വന്ന നേരം തൊട്ടേ തുമ്മി തുമ്മി നടക്കുകയാണ്, തുമ്മലോട് തുമ്മലാണ്. ഇത് കഴിഞ്ഞിറങ്ങുമ്പോ ഞങ്ങൾക്കാവോന്നാണ് ഡൗട്ട്. OCD അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ബാക്കി കമന്റുകൾ എന്തൊക്കെയാ വന്നേന്നുള്ളത് ആരെങ്കിലും വായിക്കൂ. കിട്ടും, മൈക്ക് കൊടുക്കൂ. ആഹാരം കഴിച്ചോന്നോ? അതെ അതെ അതെ. അതായത് പിന്നെ നമ്മുടെ വിഷ്ണുസിൽ ചോദിച്ചിരിക്കുന്ന ആഹാരം കഴിച്ചോ എല്ലാവരും? കഴിച്ചു. അതായത് കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പൊ അവിടെ ഫുഡ് കഴിക്കുന്ന ടൈം ആയിരിക്കും എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അതുപോലെ നമ്മുടെ ഈ ലൈവിലെ
നിങ്ങൾക്ക് സ്റ്റാർ ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെ സ്റ്റാർ തന്ന് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാർ കൂടി തരാം കേട്ടോ. ഓക്കെ, വിഷ്ണു സ്റ്റാർ അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. വിഷ്ണു പറഞ്ഞിരിക്കുന്ന ഡയലോഗ് കേട്ടോ, ഇങ്ങനെ കുളമാക്കുന്നു, പാടി കുളമാക്കുന്നാണ് നീ ഉദ്ദേശിച്ചത്, അതോ നിന്റെ മണന? അതാണ് മണലാരണ്യങ്ങൾ, അത് കൊളാക്കുമെന്നാണ് അവ ഉദ്ദേശിച്ചത്. ഓക്കെ, ആ അത് പറഞ്ഞ ഇനി പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു മിനിറ്റ്. മണലാരണ്യം. യെസ്, Okay. മണലാരണ്യങ്ങൾ. ഇനി ഞാൻ ഒപ്പിച്ചടേ പറഞ്ഞ ഒപ്പിച്ച്. അതുകൊണ്ട് വേണ്ട. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ഒരു പാട്ട്. അപ്പൊ അതിന് മുന്നേ ഒന്നുകൂടി നമ്മുടെ ആ ഷോയിനെ പറ്റി ഒന്ന് പറയൂ. അപ്പൊ നമ്മുടെ ഷോ എന്ന് പറയുന്നത് സൺഡേയും വെനസ്ഡേയുമാണ്. സൺഡേ എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം നമ്മൾ വരുന്ന ഷോ എന്ന് പറയുമ്പോൾ ആ ഷോയിൽ ഒരു പിടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളും മറ്റു പാട്ടുകളുമായിട്ട് നമ്മൾ കളം നിറഞ്ഞു നിൽക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ശരിയും ഉത്തരം അയക്കുന്ന നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ ഞറുക്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ വക ഒരു മനോഹരമായ സമ്മാനം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ സൺഡേയിലെ ഷോ. സൺഡേയിലെ ഷോയുടെ പേര് പാട്ട് കേൾക്കാം പറയാം നേടാം. മറക്കരുത്, പാട്ട് കേൾക്കാം പറയാം നേടാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം പറയും. അതായത് ഞാൻ നിങ്ങളുടെ RJ തില്ല പാട്ട് കേൾക്കാം പറയാം നേടാം എന്ന ഷോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇതൊക്കെ അന്ന് പറയാം, ഇന്ന് പറയൂല. ഓക്കെ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ എല്ലാവർക്കും എല്ലാവരുടേതായ തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാറിയും തിരിഞ്ഞൊക്കെ ഷോ ഹോസ്റ്റ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ സമ്മാനം ഷോ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും. ഇത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറപ്പായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ മാക്സിമം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണേലും അടുത്ത ആഴ്ച എന്താ സമ്മാനം നേടാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അപ്പുറമായിട്ടുള്ള ഒരു സമ്മാനമായിരിക്കാം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയല്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരിക്കലും നമുക്ക്, കാരണം നിങ്ങൾ ഞങ്ങളുടെ വിലയേറിയ ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനം തീർച്ചയായിട്ടും ലൈവ് വഴി ഞങ്ങൾ ലൈവായി കാണിച്ചിട്ടേ കൊടുക്കും. ഓക്കെ, അത് മാത്രമല്ല നറുക്കെടുക്കുന്ന കാര്യങ്ങളായാലും ആരൊക്കെയാണ് നറുക്കെടുപ്പിലെ പേരിലുള്ളത് ആ പേര് ഉൾപ്പെടെ ലൈവായിട്ട് എഴുതി നിങ്ങളെ കാണിച്ചിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടിപൊളി. അതുപോലെ തന്നെ പിന്നെ ആ സമ്മാനം കിട്ടിയ വ്യക്തി അടുത്ത ലൈവില് ഞങ്ങളോടൊപ്പം ചേർന്ന് ആ കാര്യം ഇവിടെ ഞങ്ങളോടൊപ്പം അവതരിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും അവതരിപ്പിക്കണം. കാരണം അതാണ് നമ്മുടെ സന്തോഷം. കാരണം ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും. അത് അവർക്ക് മേ ബി പലരും, അതായത് ചിലര് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ചിലപ്പോ ദൂരെ നിന്നുള്ളവർ. അപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാല് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ലൈവില് നമുക്ക് ലൈവ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോ ലൈവിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഷെയർ ഇട്ടാൽ മതി, ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് കുറച്ചു നേരം സംസാരിക്കാം, ഒപ്പം ചേരാം. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു ഫോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരാം. അത് നമ്മൾ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷോ. പിന്നെ രണ്ടാമത്തെ ഷോ വെനസ്ഡേ, ബുധനാഴ്ച ദിവസങ്ങളിലുള്ള ഷോ എന്ന് പറയുന്നത് നാട്ടിലെ പാട്ടുകാർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാമില് ഞങ്ങളിലേക്ക് എത്തുന്ന ഓരോ ആൾക്കാരും, അതായത് പ്രോഗ്രാം ഇങ്ങനെ ഒരു പാട്ട് പാടണം, നമ്മുടെ പാട്ടുകൾ മറ്റുള്ളവർ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാം. അവരുടെയും വിശേഷങ്ങളും പാട്ടിന്റെ വിശേഷങ്ങളും അവരുടെ പാട്ടുകളും ഞങ്ങളുടെ പാട്ടുകളുമായിട്ട് ആ പ്രോഗ്രാം ഞങ്ങൾ അടിച്ചു പൊളിക്കും. അതിനും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കോൺടാക്ട് നമ്പർ നമ്മൾ നൽകുന്നതായിരിക്കും. ഇനി അടുത്ത ഷോയിൽ നമ്മളത് നൽകുന്നതായിരിക്കും. അതിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരണം. അയച്ചു തന്നതിന് ശേഷം അവരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അവരുടെ എത്തി ഈ പ്രോഗ്രാമിൽ പങ്കുചേരുക. ഒരുപാട് പാട്ടുകാർ, അറിയപ്പെടാത്ത പാട്ടുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ പാട്ടുകാരെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ എന്നുള്ളതല്ല കേട്ടോ, നമ്മളെല്ലാം. അതെ, നമ്മളെല്ലാം പ്രവാസികളായിട്ടുള്ളവരുണ്ട്, അവർ പാട്ട് പാടുന്നവരുണ്ട്. അപ്പം പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വന്ന് തന്നെ പാട്ട് പാടാൻ സാധിക്കും. മിസ്റ്റർ നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് ആയിട്ടുള്ള പ്രിയ അനീഷ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അജീഷ് MT തേവലക്കാട്ടിൽ അയക്കുന്ന ഒരു മെസ്സേജാണ്. എക്കോ അടിക്കുന്നു. എക്കോ അടിക്കുന്നു. അജീഷണ്ണനാണ്, അജീഷണ്ണൻ. ഏതാണ്? അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം അജീഷണ്ണനാണ് ആ മെസ്സേജ് അയച്ചത്. ഓക്കെ, എക്കോ കുറയ്ക്കാൻ പറയാം.
അതെ, സംഭവം എത്ര വേറൊന്നുമല്ല. പറയാൻ അദ്ദേഹം ലൈവ് നമ്മളെ അനീഷ് ലൈവിൽ തന്നെ നിന്നുകൊണ്ടാണ് അതിന്റെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അതിനിടയ്ക്ക് നങ്ങ് ചെറിയൊരു പണി ഒപ്പിച്ച് നൈസായിട്ട് ഞങ്ങള് ഫോൺ ഫോൺ അടിച്ചുകൊണ്ട് പോയി അടിച്ചു അവിടെ മാറ്റി പോയി കളിച്ചു. കൊണ്ടുപോയിരുന്ന ഗെയിം കളിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അത് അറിയാൻ അതുപോലെ സാധിക്കാതെ തന്നെ പോയത്. വിഷ്ണു സുനിൽ ചോദിച്ചതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കഴിക്കുവാണെന്ന്. അതാണ് നമ്മളോട് കഴിച്ചോ എന്ന് ഓക്കെ ചോദിച്ചത്. ഓക്കെ, ഓക്കെ കഴിക്കുവാണ് ഞാൻ. കഴിക്കുക, നല്ല രീതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം വിദേശ രാജ്യമാണ്, അവിടെ ഇങ്ങനെ അത് ജോലി നടക്കും. മാത്രല്ല അവ തന്നെയാണ്. അതുപോലെ തന്നെ ആ വിഷ്ണു സുനില് മറ്റൊരു ഓക്കെ ബൈ, ഞാൻ പോവുക. അപ്പൊ അവന്റെ ഡ്യൂട്ടി സമയമായി, അവൻ ഓക്കെ. പോവുകയാണ്. ഓക്കെ, നല്ല രീതിയിൽ വിഷ്ണുവിന്റെ കൂടെ ഒരു കൂട്ടം പാട്ടുകാരങ്ങ് പോയിട്ടുണ്ട്. അശ്വിൻ എല്ലാരും അവിടെയാണ്. അവിടെയാണല്ലേ. ആ അപ്പൊ നീ ഇവിടുന്ന് കൂടോടെ എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയാടെ. അതെ മോശമായി പോയേട്ടാ, ഇവിടെ പാട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. അതെ അതെ. ഇനി നമുക്ക് കമന്റുകൾ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇത്ര കമന്റ് അല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. ഇതായിരുന്നു ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതെ. അപ്പോ എത്ര മണിക്കാണ് ഇനി വെനസ്ഡേ നമ്മൾ വരുന്നത്, ഏത് ഗസ്റ്റുമായിട്ടാണ് വരുന്നത്, ഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോ ഏത് ഗസ്റ്റുമായിട്ടാണ് വരുന്നത് എന്നുള്ളതെല്ലാം ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് എത്ര മണിക്കാണ് എന്നുള്ളതെല്ലാം മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ലൈവായിട്ട് തന്നെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ലൈവ് വന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോ നാട്ടിലെ പാട്ടുകാരൻ എന്നുള്ള പ്രോഗ്രാം ആണ് നമുക്ക് വെനസ്ഡേ ഉള്ളത്. അപ്പോ ആ ഒരു ഷോയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇൻബോക്സിൽ മെസ്സഞ്ചർ വഴി വന്ന് അറിയിക്കുക. ഓക്കെ. അപ്പോ അത്തരത്തില് മിക്കവാറും ആരെങ്കിലും ഒരാളല്ലേ, നമ്മളിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ ചിലപ്പോൾ വ്യത്യസ്തമായ ആളായിരിക്കാം അടുത്ത പ്രാവശ്യം വരുന്നത്. അപ്പൊ ഇവിടെ എന്നെ കുറെ നേരമുണ്ട് ഒരാൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് 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 എന്ന് പറഞ്ഞിട്ട്. ഏത് പാട്ട്? ഡണ്ടനക്കരയാണോ? ആ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇതിന്റെ കരോക്കെ ഇട്ടാ കോപ്പിറൈറ്റ് പിടിക്കുമോ എന്നറിയും അല്ലെ? ആ ഓക്കെ. അപ്പൊ നമുക്ക് ലൈവ് തന്നെ പാടാം. ഓക്കെ. ഇപ്പൊ ഒരു പാട്ട് കൂടി പാടാം. ഞങ്ങളൊരു 1 മണിക്കൂർ ലൈവ് പോവാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഒരു 5 മണി ആവുമ്പോഴത്തേക്ക് നമ്മുടെ ലൈവ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരു 4:45 ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പോ പാടിക്കോ. ഡണ്ടനക്കര 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 ഡണ്ടനക്ക ഡണ്ടനക്കര 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 திண்டுக்கல்லு திண்டுக்கல்லு மதுரை ஜில்லா எனக்கு என்கிட்டதா கொஞ்சி பேச கொஞ்ச நேரம் உனக்கு நாமைகளு அட்டுகளு ஆசோரோ பட்டிகளு ஐயா பாரு துவச்சு பாரு அசையான கரிங்களே മനസ്സ് പറി കൊടുത്തേണ്ടി മകയമാ കൊന്തലുക്കുള്ളേ മല്ലിക മേറോജ വെച്ച് എന്നെ മുടിക്കുള്ള മറച്ചവളേ നഗര 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 നഗരടാ നാളിങ്കി കുലുങ്കി മിനുങ്ങി വരൂ തങ്ക சேலிடா ഏ നഗര 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 നഗരടാ നാളിങ്കി കുലുങ്കി മിനുങ്ങി വരൂ തങ്ക சேலிடா உடம்பு பாரு சந்தன காடு நீங்க தானா வீரப்ப நாளு இதுக்கு வாஸ்து என்ற பையன் மகளா கிடைச்ச போதும் கிடைச்ச ദിശയിലേത്തുറാ. ഓക്കെ. അപ്പോ ഞങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം ഈ ലൈവ് ഞങ്ങളുടെ ഇതിനകത്ത് സേവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ലൈവ് കഴിഞ്ഞാലും ലൈവിനെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഞങ്ങളുടെ ഇന്ന് കൊണ്ടുവന്ന ഈ ഒരു കണ്ടന്റ് എന്താണെന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൈവ് ഇൻബോക്സിലോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നേരിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളലൂർ വരെ വരേണ്ടി വരും. നേരിട്ട് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാവുന്നവർക്ക് ഉണ്ടാവുമല്ലോ. അതെ. ഓക്കെ. അപ്പോ അതല്ല, ഇവിടെ വരുന്ന കാര്യമല്ല പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ കമന്റുകൾ ആരും ഇട്ടിട്ടില്ല. ഇപ്പൊ മൈക്ക് സെറ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇതായിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കണ്ടന്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഒരു ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ആദിത്യക്ക് എന്താ പറയാനുള്ള പറയും? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാം. അങ്ങനെയല്ല, നമ്മൾ എല്ലാരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോവാൻ പോകുന്നത്. ആ ചുമ്മാ പാവം. അങ്ങനെയാണെങ്കിൽ ഫ്രൈഡ് റൈസ് മതി. ഈ ശരീരം കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടുപേരും കൂടെ നിന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് അല്ലെ, നിങ്ങൾക്കുള്ള ഒരു സർപ്രൈസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി പാടാനൊക്കെ അവസരം കിട്ടാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇവര് അതിന് സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ ഇവരല്ല, നമ്മള് സഹായിക്കുന്നതല്ല. കഴിവുള്ളവരെ എവിടെയാണെങ്കിലും ലോകം അറിയപ്പെടും. പക്ഷെ അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടാറില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഇന്ന് വരെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അത് കാണാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡിയോയിൽ പാടാൻ ആഗ്രഹമൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് കൂടെയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ലൈവ് ചെയ്യാം. ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വേണമെങ്കിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ താല്പര്യമുള്ളവര് ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് അറിയിക്കുക. ഓക്കെ, കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിരിക്കും. മുതലാളിയോട് ചോദിച്ചത് ഞാനും മുതലാളിയാണ് എന്ന് പറഞ്ഞതാണ്. ശരിക്കും മുതലാളി ഞാനാണ്. അതെ, എന്റെ ഷെയറിന് പഠിപ്പിച്ചാൽ മതി. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പൈസ ഒക്കെ തരണമെങ്കിൽ എന്റെ അക്കൗണ്ട് ഗൂഗിൾ പേ നടന്നു. ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോടോ. അതെ, അത് എടുത്തു പറയണം കേട്ടോ. ഇതിന് വേറെ ക്യാഷ് പരമായിട്ട് അങ്ങോട്ടും ഉണ്ടാവില്ല, ഇങ്ങോട്ടും ഉണ്ടാവില്ല. അതായത് നമ്മൾ ഇതൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഒരുപാട് സജ്ജീകരണങ്ങൾ, അത് നിങ്ങളെ ഞങ്ങൾക്ക് മൊത്തത്തിൽ കാണിച്ചു തരാൻ സാധിക്കില്ല. അത്രയും സജ്ജീകരണങ്ങൾ റെഡിയാക്കിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്നും ഈ ഒരു ഫ്രെയിം ആയിരിക്കില്ല അല്ലെ? അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ്. ഒരുപാട് വേരിയേഷൻസ് വരും. അതായത് നമ്മള് അത് വ്യക്തമായ പ്ലാനിങ്ങിലോടുകൂടി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇത്രയും ഒരു കാഷ്വൽ ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ലൈവിലേക്ക് വന്ന കാരണം തന്നെ അത് തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലായിരിക്കും ഓരോ ഫ്രെയിമുകൾ വരുന്നത്. അപ്പോൾ നേരത്തെ ഇതിൽ പറഞ്ഞതുപോലെ ധനപരമായിട്ട് ആരിൽ നിന്നൊന്ന് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടോ അങ്ങനെ ഒരു രീതിയിലല്ല. നമ്മുടെ ഈ ലൈവിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, നമ്മളോടൊപ്പം ചേർന്ന് പാടുക, ഉല്ലസിക്കുക, മറ്റുള്ളവർക്ക് നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്കൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളതിലുപരി വേറെ ഒരു രീതിയിലുള്ള ധനപരമായിട്ടുള്ള ഇടപാടുകളും ആ ഷോയിൽ, അതായത് നാട്ടിലെ പാട്ടുകാർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഉണ്ടാകുന്നതല്ല. പിന്നെ ആദ്യത്തെ ഷോയിൽ എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെ തരുന്നുണ്ടല്ലോ, അതൊരു സർപ്രൈസ് സമ്മാനമായിരിക്കും. തീർച്ചയായിട്ടും ഈ രണ്ട് ഷോയിലും എല്ലാവരും പങ്കെടുക്കണം. ഇപ്പോ നിലവിൽ ഈ ഷോ കണ്ടവരെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരുപാട് കൊണ്ടുവരണം. കാരണം മുൻപൊരിക്കൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് പറയണം. ഇത് ഞാൻ ഇത്രയും പറയാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ലൈവോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ആയിട്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. എന്നെ ആദ്യമായിട്ടൊരു ലൈവിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യിക്കുന്നതും പെർഫോം ചെയ്യിപ്പിക്കുന്നതും, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഗുരുസ്ഥാനീയനാണ്, ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് തില്ലേ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ, എന്നെ ഈ ലൈവ് എന്ന് പറയുന്നൊരു പ്രൊഫഷനിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് തില്ലയാണ്. അപ്പൊ പ്രോഗ്രാം അന്ന് ഇങ്ങനെയല്ല. ഇന്ന് ഈ സ്റ്റുഡിയോയോ ഈ വീട് പോലും അന്നില്ലായിരുന്നു. ഇവരുടെ തില്ലയുടെ തന്നെ കുടുംബ വീട്ടിലിരുന്നിട്ട് നമ്മളൊരു കർട്ടനും 2 LED ബൾബും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിൽ അതെ തീർച്ചയായിട്ടും. അപ്പൊ അന്നും ഇതിന്റെ പിന്നാം പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ അനീഷ് തില്ലയുടെ ഹസ്ബൻഡാണ്. അപ്പോ ഞാൻ അന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവരൊരു ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്തോ ഈ ലൈവ് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ നാച്ചുറൽ ഈ കാഷ്വൽ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലുള്ള ഒരു ഫീല് വരുന്നു എന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പ്രേക്ഷകർ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ ആ ലൈവ് കൊണ്ട് ഒരാൾക്കെങ്കിലും സന്തോഷം ഉണ്ടാകുന്നു എങ്കിൽ അതല്ലേ നമ്മുടെ വിജയം. അപ്പോ തീർച്ചയായിട്ടും അത് തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം. കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പലരും അത് നമ്മളതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം നമ്മൾ ഡേ തീരുമാനിച്ചതില്ല. കാരണം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പ്രവാസികൾ പലരും പറഞ്ഞ അന്നൊരു റീസൺ, എന്റെ ഷോ അന്ന് പോയിക്കൊണ്ടിരുന്നത് വെനസ്ഡേ ആയിരുന്നു. അപ്പൊ അവരെല്ലാരും അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓഫ് കിട്ടുന്നത് ഫ്രൈഡേ ആണ്.
അപ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ആ ഒരു ദിവസത്തിലേക്ക് മാറ്റാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും മാറ്റിയിരുന്നു. നമുക്കത് പരിഗണിക്കാം. കാരണം ഇപ്പോ ഈ വെനസ്ഡേ അല്ലെങ്കിൽ ഈ പറയുന്ന സൺഡേ എന്ന് പറയുന്ന നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്നുകൂടി റീതിങ്ക് ചെയ്യാം. ആരെങ്കിലും കമന്റ് ചെയ്യട്ടെ. അതെ, അങ്ങനെ ആർക്കെങ്കിലും ഈ പറഞ്ഞ ദിവസം മാറ്റണം, പ്രവാസികൾക്ക് വേണ്ടി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കമന്റ് ചെയ്യാട്ടോ. തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അത് അറിയിക്കാം. കാരണം അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഫ്രൈഡേ ആയിരിക്കും. ഇപ്പൊ ജോലിയുടെ ഇടയിലാണ് പലരും കഴിക്കുമ്പോഴൊക്കെയാണ് വന്ന് കണ്ടത്, അത് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പൊ അന്നാവുമ്പോ അവര് ഫ്രീ ആയിട്ടായി ഇത്ര ടൈം ആവുമ്പോ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. അപ്പോ അത് എന്റെ ഒരു പേഴ്സണൽ ഓപ്ഷൻ പറയുന്നതാണ്. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ആ ഒരു ഷോ അന്നത്തേക്ക് വെക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരുടെയും എല്ലാവർക്കും സാറ്റർഡേ സൺഡേ അധികം ജോലി ഉണ്ടാവാറില്ലല്ലോ, ഫ്രൈഡേ ആണ് വീക്കെൻഡ്. അപ്പോ അടുത്തൊരു സംശയം വരുന്നതുണ്ടാവാം. കാരണം ഗൾഫിൽ നിൽക്കുന്ന നമുക്ക് നിങ്ങൾ എങ്ങനെ ഗിഫ്റ്റ് അയക്കും എന്നുള്ളത്. നാട്ടിലെ അഡ്രസ്സിൽ അയക്കും. അല്ല എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അയക്കും. അതെ, അങ്ങനെയല്ല, ഞങ്ങൾ അയക്കും. നാട്ടിലെ അഡ്രസ് എന്നല്ല, ഞങ്ങള് നിങ്ങളുടെ കയ്യിൽ തന്നെ ആ ഗിഫ്റ്റ് എത്തും. അതാണ് ഞങ്ങൾ തരുന്ന ഉറപ്പ്. ഇതിലും വലിയ ഉറപ്പ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. സ്പോട്ടില് ആ ഒരു ഇത് മൊത്തത്തിൽ പ്ലാനിങ് തെറ്റിച്ചുകൊണ്ടുള്ളൊരു ഡയലോഗായിരുന്നു പത്തിന്റെ പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ ആ ഗിഫ്റ്റ് എത്തിക്കും. ഇതിൽ കൂടുതലൊരു ഉറപ്പ് പറയാനില്ല. തീർച്ചയായിട്ടും എത്തിക്കും. എന്തായാലും ഇല്ല അങ്ങനെ പറഞ്ഞു അതെല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ഞങ്ങളുണ്ടാവും കൂടെ. ഞങ്ങളും എത്തിക്കാനായിട്ട് ഇനി എവിടം വരെ വേണമെങ്കിലും വണ്ടി ഓടിച്ചു വേണം, പെട്രോൾ അടിച്ചു തന്നാൽ ഞാൻ വീട്ടിൽ. അങ്ങനെ ഓക്കെ, അത് വേണ്ട. അഥവാ ഇനി ലണ്ടനിലാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം. അത് ഞാൻ പറയുന്നില്ല കേട്ടോ, ലൈവ് കഴിഞ്ഞിട്ടാണ് മറുപടി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സമയം കഴിയാറായിരിക്കാണ്, ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഏത് പാട്ട് പാടുന്നു? നമ്മുടെ രണ്ടുപേരും കൂടെ ചേർന്നൊരു പാട്ട് പാടാം. ഓക്കെ, പറയൂ. ലൈവിൽ ആർക്കെങ്കിലും ഒക്കെ കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിലെ മാറ്റം വരുത്തണമെങ്കിലോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഓക്കെ. അത് അതെ, കോപ്പറേറ്റ് അടിച്ച പേടിയാവും. എനിക്ക് വേണ്ട. അവസാനം ലൈവ് നമ്മൾ ചെയ്ത ലൈവ് വെറുതെ ആയി പോവില്ലേ? ഈ ലൈവ് ഞാൻ ഉദ്ദേശിച്ച അതുകൊണ്ടല്ല, ലൈവ് മിസ്സായി പോവുക, ബ്ലോക്ക് ആയി പോവുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞ കണ്ടന്റ് വെറുതെ ആയിപ്പോ, ആരിലേക്കും എത്തില്ല. അപ്പൊ ആ ഒരു പേടിയുള്ളതുകൊണ്ട് പറഞ്ഞതാ. അതായത് മതി. അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? നല്ല പരുന്തല്ല തീരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ, അങ്ങേ കരയില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാല് കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? മാനേ മധുര കരിമ്പേ, മലതേനെ മദന കുഴമ്പേ, മാനേ മധുര കരിമ്പേ, മലതേനെ മദന കുഴമ്പേ. ഒന്നു വന്നാട്ടെ എല്ലു നിന്നാട്ടെ, നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ, മാനെ മധുര കരിമ്പേ, മലതേനെ മദന കുഴമ്പേ. ഞാനോന്തള്ളിയിൽ കൂട്ടി വിട്ടുവരമ്പേ പോകുമ്പോ, വിട്ടു വരമ്പത്തൊരു ജനതണ്ടൻ, ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോ, ചെറുപടി പോലും ചെറുപടി കണ്ടെന്റെ അമ്മോശൻ വന്നേ. തെയ്യോ തിനം തിന്നോ തെയ്യം താരാ, തക തെയ്യോ തിനം തിന്നോ തെയ്യം താരാ,
തെയ്യോ തിനന്തിന്നോ തെയ്യന്താര തകതെയ്യോ തിനന്തിന്നോ ദെയ്യന്താരാ ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തുരുമ നൽകാം ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തുരുമ നൽകാം കുയിലിനെ തേടി കുതിച്ചു വായുമാരാ പട്ടുകുപ്പായക്കാരാ നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം കുയിലിനെ തേടി കുതിച്ചു പായുമാരാ പട്ടുകുപ്പായക്കാരാ നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം മാനത്ത് പറക്കണ കാക്കേനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ മാനത്ത് പറക്കണ കാക്കേനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ ഇന്നെന്താ യക്ഷിയമോ തുള്ളാതിരിക്കണ് ഇന്നെന്താ യക്ഷിയമോ തുള്ളാതിരിക്കണ് ഇന്നെന്താ യക്ഷിയമ്മോ തുള്ളാതിരിക്കണ് ഇന്നെന്താ യക്ഷിയമ്മോ തുള്ളാതിരിക്കണത് തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ ഓദിത്തിത്താരാദിത്തിത്തേ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കുട്ടുവേണം കുഴൽ വേണം കുരവ വേണം ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ വരവേൽക്കാൻ ആളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ ഓദിത്തിത്താരാദിത്തിത്തേ ഇതകതേതോ. അപ്പോ ഞങ്ങളുടെ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തില് ഇന്ന് ഞങ്ങൾ ഈ ലൈവ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. അപ്പോ വെനസ്ഡേ കാണാം. സൺഡേ ഈ വെനസ്ഡേ തുടങ്ങണ്ടേ? ഓക്കെ, അതിനു മുന്നേ നമുക്ക് പാട്ടുകാരെങ്കിലും വരികയാണെങ്കിൽ ഇൻബോക്സിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വെനസ്ഡേ, മാക്സിമം നമ്മൾ വെനസ്ഡേ തന്നെ വരാൻ നോക്കും. മേ ബി വന്നില്ല എന്നുണ്ടെങ്കിൽ സൺഡേ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഷോയുടെ ഡീറ്റെയിൽസ്, അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പോസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്തിരുന്നാൽ മതി. അതേ കണക്ക് ഇപ്പൊ ലൈവിൽ വന്ന എല്ലാവരും ദയവായിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ മാത്രമാണ് നമ്മുടെ ഗിഫ്റ്റ് അവരിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ അതുകൂടി ശ്രദ്ധിക്കുക. ഫോളോ ചെയ്ത ആളാവണം. അതിനോടൊപ്പം നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ വാട്സാപ്പ് വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? ഓക്കെ, ഇത് തന്നെയാണ് എല്ലാവർക്കും നമുക്കും പറയാനുള്ളത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, പറയാനുള്ള അഭിപ്രായങ്ങൾ ഇൻബോക്സിൽ വന്നിട്ട് പറയുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ അത് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും കാണാൻ വരിക. ഇത്രയൊക്കെയാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോ എല്ലാവരും നമ്മുടെ ഈ ഷോയിൽ ഭാഗവക്കാവണം. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമ്മുടെ വിജയം. അപ്പോ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ വീണ്ടും സന്ധ്യയ്ക്കും വരേക്കും വണക്കം. ടാറ്റ, ബൈ ബൈ. ടാറ്റാ.